വെൽക്കം ടു ടേസ്റ്റി ബഡ്സ്. ഹായ്, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു. പിന്നെ കുറച്ച് കാലമായി ക്യാമറയുടെ മുന്നിലേക്ക് വന്നാൽ കുറച്ച് ബിസി ആയിരുന്നു, അത് കാരണമാണ്. പിന്നെ അതുപോലെ നമ്മളിന്ന് ഞങ്ങളുടെ പൊന്നാനി സ്പെഷ്യലായിട്ടുള്ള പുതിയൊരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ പൊന്നാനിയിലൊക്കെ സർവ്വസാധാരണമായ മത്തിയും ചേമ്പും കൊണ്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും അത് ഫുൾ വീഡിയോ വിടാതെ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇന്ന് നമുക്ക് നമ്മുടെ മത്തി വെച്ചിട്ട് ഒരു അടിപൊളി ഡിഷ് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 വലിയ മത്തി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓൺ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് കുറച്ച് ഒരു 2 ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പാണ്. അപ്പം നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഉപ്പൊക്കെ അതിൽ തന്നെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് കിടന്നിട്ട് തന്നെ ഒക്കെ അലിഞ്ഞ് ചേർന്നോളൂ. അപ്പോൾ ഞാനിത് മൂടി വെക്കാൻ വേണ്ടി പോവാണ്. അത് വെന്ത് വരട്ടെ. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റ് നേരെ ശരിയാക്കാനുണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിത് മൂടി വെക്കട്ടെ. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെക്കാം. അത് വെന്ത് വരട്ടെ. ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് വേണ്ടത് ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ചേമ്പാണ്. പലർക്കും അറിയുന്നുണ്ടാവും, പുതിയ കുട്ടികൾക്കൊക്കെ അറിയുമോയെന്ന് എനിക്കറിയില്ല. ഇതാണ് ചേമ്പ്. നമ്മൾ സാധാരണ ലുലുവിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് എപ്പോഴും അവൈലബിളാണ് ചേമ്പ്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് തൊലി കളഞ്ഞ് വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചേമ്പ് ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ പീസാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ പീസാക്കി മുറിച്ച് വെക്കാൻ കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെറിയ പീസാക്കി മുറിച്ച് വെച്ചിട്ടുള്ളത്. ഇനി അത് നമുക്ക് ആദ്യം മീനിൻ്റെ സ്ഥിതി എന്താണെന്ന് നോക്കാം. അതിന് മുമ്പ് വേറൊരു കാര്യം കൂടി പറയാണ്ട്, വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസും കൂടി പരിചയപ്പെടാം. ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ ജീരകം 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നന്നായി ഒന്ന് അരച്ചെടുക്കണം. വല്ലാതെ മഷി പോലെ അരക്കൊന്നും വേണ്ട, എന്നാൽ തീരെ അരയാതിരിക്കുകയും വേണ്ട. ആ രീതിയിൽ നമ്മളൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് മത്തി വെന്തോ എന്നോ നോക്കാം. മത്തി വെന്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഈ വാലിൻ്റെ അറ്റം പിടിച്ച് കുടഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുള്ള് മാത്രം വേറെ വരണം. ആ രീതിയിലാണ് ഇതിൻ്റെ വേവിൻ്റെ പരുവം. മത്തി വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കോരി മാറ്റാം. മത്തി ഓരോന്നായിട്ട് നമുക്ക് കോരി മാറ്റിയെടുക്കാം. ഇതിങ്ങനെ വരട്ടണമെന്നൊന്നുമില്ല കേട്ടോ. ഒന്ന് പിന്നെ വരട്ട് പോയതാണ്. വരട്ടണമെന്നൊന്നുമില്ല, അങ്ങനെ തന്നെ വേവിച്ചാൽ മതി. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് എന്താ ഇടേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചേമ്പ് കഷ്ണങ്ങളാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അത് അതിൽ കിടന്ന് നന്നായി വേവണം. വെള്ളം പോരെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം മതിയാവും. ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിൽ നമുക്ക് കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾ ഏകദേശം നമ്മൾ 1 ടീസ്പൂൺ തേങ്ങയിൽ ചേർക്കുന്നുണ്ട്. പക്ഷെ എന്നാലും 1 ടീസ്പൂൺ കൂടി നമുക്കിതിലും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾ എപ്പോഴും നല്ലതാണല്ലോ. മഞ്ഞൾ വിഷം എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ മാറ്റുന്നതാണ് പറയുന്നത്.
അപ്പോൾ മഞ്ഞൾ എല്ലാത്തിലും നമ്മൾ ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇനി ഇതങ്ങനെ ഇരുന്നിട്ടൊന്ന് നന്നായി വെന്ത് വരട്ടെ. ഞാൻ ചെറിയ സ്ലൈസ് ആക്കിയ കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്ലൈസ് ആക്കിയത്. പിന്നെ ഉപ്പൊക്കെ അതിലുണ്ട്, ഞാൻ ഉപ്പ് നോക്കിയതാണ്. ഉപ്പ് നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീനിൽ നേരത്തെ ഇട്ട ഉപ്പ് തന്നെ ഉണ്ട്. ആ മീനിൻ്റെ ആ ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളത്തിൽ വെച്ചിട്ട് തന്നെ ഇത് ചേമ്പ് വേവിക്കുന്നത്. അപ്പോൾ നമുക്കിത് മൂടി വയ്ക്കാം. അപ്പോൾ തേങ്ങ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. വല്ലാതെ അരഞ്ഞിട്ടില്ല, എന്നാൽ തീരെ അരയാതെ ഇരുന്നിട്ടില്ല. അങ്ങനത്തെ ഒരു ഇതിൽ അരച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ വല്ലാതെ അരഞ്ഞു പോയി വിചാരിച്ചിട്ട് ആരും വിഷമിക്കൊന്നും വേണ്ട, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മീൻ നമുക്ക് ഈ മുള്ളിൽ നിന്നൊന്ന് കുടഞ്ഞു മാറ്റാം. അത് നമ്മൾ ഇതിങ്ങനെ എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ കുടഞ്ഞു കൊടുത്താൽ മതി. കുടഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ വേറിട്ട് വരും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി അത് വീണിട്ടില്ലെങ്കിൽ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് നീക്കി കൊടുത്താൽ മതി, മുള്ളിൽ നിന്ന് നീക്കി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് മുള്ള് റിമൂവ് ചെയ്യാം. അങ്ങനെ ഞാൻ എല്ലാത്തിൻ്റെ മുള്ള് അങ്ങനെ റിമൂവ് ചെയ്യട്ടെ കേട്ടോ. അറ്റം പിടിച്ച് കുടഞ്ഞാൽ മതി. അപ്പോൾ തന്നെ മീനിൻ്റെ മുള്ള് വേറെ കിട്ടും. അങ്ങനെ നമ്മൾ ഇത് മുഴുവനായി മാറ്റിയെടുക്കണം. അങ്ങനെ നമ്മൾ മീൻ മുള്ളൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. എന്നാലും ചെറുതായിട്ട് ഇതിൽ മുള്ളുണ്ടാവും. അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അത് ചവച്ചരച്ച് കഴിക്കാനുള്ള മുള്ളേ ഉള്ളൂ. എന്നാലും വളരെ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ മത്തി എന്ന് പറയുമ്പോൾ വളരെയധികം പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു മീനാണ്. വേൾഡിൽ തന്നെ നമ്മൾ ഹെൽത്തിയസ്റ്റ് ഫുഡാണ് ശരിക്കും മത്തി എന്ന് പറയുന്നത്. പലർക്കും അറിയില്ല, എന്നാൽ കുറേ പേർക്കൊക്കെ അറിയുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചേമ്പിൻ്റെ സ്ഥിതി എന്താണെന്ന് നോക്കാം. കണ്ട വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നീക്കി വെക്കാം. വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കണം. വെന്തതാണെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് ഉടഞ്ഞ് വരും. അപ്പോൾ ഇത് നന്നായി ഉടച്ചു ചേർക്കണം. നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ ഉടച്ചു ചേർക്കാം. ഞാനത് ഫുൾ ഉടച്ചതിന് ശേഷം കാണിച്ചു തരാം. കണ്ടോ, അപ്പോൾ ഇത് ഞാൻ നന്നായി അത് ഉടച്ചു ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മത്തി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ മുള്ളൊക്കെ വേറാക്കി വെച്ച ആ മത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. അതിതുപോലെ മത്തി ഒന്നും കൂടി നമ്മൾ ഇതിലിട്ടിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് നല്ലത്. അതിൻ്റെ കൂടെ ചേർന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് മത്തി ഒന്ന് ഞാൻ ഉടച്ചതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ മത്തി നന്നായി ഇതിൽ ഉടഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങ ഉണ്ടല്ലോ, അപ്പോൾ ആ തേങ്ങയും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. തീ ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഈ തേങ്ങ ചേർത്ത കാരണം തേങ്ങയുടെ പച്ചച്ചുവ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ വെക്കണം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു പച്ചച്ചുവ മാറാൻ വേണ്ടി കുറച്ച് നേരം നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ആ തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഉപ്പൊന്ന് നോക്കേണ്ടതുണ്ട്. തേങ്ങ ചേർത്ത കാരണം മറ്റേതിൽ ഉപ്പ് പാകമായിരുന്നു. തേങ്ങ ചേർത്ത കാരണം ഞാൻ ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് പാകത്തിനുണ്ട്. ഇനി തേങ്ങയുടെ പച്ചച്ചുവ എന്ന് മാറണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് വരെ മൂടി വെക്കാം. ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് കേട്ടോ, ശ്രദ്ധിക്കണം. കാരണം ഹൈ ഫ്ലെയിമിൽ ഇടരുത്, കരിഞ്ഞു പോവും. അപ്പോൾ നമുക്കിത് 5 മിനിറ്റ് വരെ മൂടി വയ്ക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂടി വയ്ക്കാം. പിന്നെ കറിവേപ്പില ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ഫ്ലേവറും കൂടി ഒന്ന് എല്ലായിടത്തും ഒന്ന് പിടിക്കട്ടെ, അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് മൂടി വെച്ചാൽ മതി.
അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഹായ്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ്. സ്റ്റവ് ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ മത്തി ചേമ്പ് കോമ്പിനേഷൻ ഉള്ള കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. ഓഫ് ചെയ്താൽ നമ്മുടെ ചട്ടി ചൂടുള്ള കാരണം കുറച്ച് നേരം കൂടി അങ്ങനെ ഉണ്ടാവും. അതിൽ നിന്ന് ഇങ്ങനെ ആവി വന്നുകൊണ്ടിരിക്കും. ചട്ടിയുടെ ഒരു പ്രത്യേകത അതാണ്. നമ്മൾ ഓഫ് ചെയ്താലും കുറച്ച് നേരം കൂടി അതിന് ഫുഡിനെ വേവിക്കാനുള്ള ഒരു കപ്പാസിറ്റി അതിനുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ചും കൂടി നമ്മുടെ കറിവേപ്പില ഇതിന് മേലേക്ക് തൂവി കൊടുക്കാം. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഇതിൽ ആവി വരുന്നത്, തിളച്ച് പൊങ്ങുന്ന പോലെ തോന്നുന്നത്. ഇപ്പോൾ കറിവേപ്പില തൂവി കൊടുത്തു. അങ്ങനെ നമ്മുടെ മത്തി ചേമ്പ് കോമ്പിനേഷനോടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ഒരു ഫുഡാണ്. അതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുള്ളുള്ള കാരണം അതൊന്ന് ശ്രദ്ധിക്കണം. വല്ലാതെ മുള്ള് ഇപ്പോൾ ചൂടായപ്പോൾ കുറച്ചൊക്കെ മുള്ള് ഇതിൽ ഇതായിട്ടുണ്ട്, അതായത് ലയിച്ച് ചേർന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ചെറിയ കുട്ടികൾ കഴിക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അത് മാത്രമേ ഉള്ളൂ ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്. പക്ഷേ നല്ല ഹെൽത്തിയാണ്. വളരെയധികം വൈറ്റമിൻസും മിനറൽസൊക്കെ ഉള്ളൊരു ഫിഷാണ് നമ്മുടെ മത്തി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.